എൻ്റെ മൂടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് കവളത്ത് ഒരുപാട് അടി കിട്ടിയതിനേക്കാൾ വലുതല്ലല്ലോ അത്. അതെന്താന്ന് വെച്ചാലേ, ഞാൻ സർവീസിൽ കേറിയപ്പോ തൊട്ടേ ഇങ്ങനാ. എനിക്കെന്നും ആരെങ്കിലുമൊക്കെ ഇങ്ങ് ഇടിക്കണം. അതിപ്പോ ഇന്ന് മനോഹരൻ കൊച്ചാട്ടൻ, നാളെ വേറെ ഏതോ സുന്ദരൻ കൊച്ചാട്ടൻ. അത്രേ ഉള്ളൂ വ്യത്യാസം. ആഹാ, വന്നല്ലോ ഝാൻസി റാണി. ഓ, വക്കീലിന്റെ കൂടെയാണോ വന്നത്? ഇവിടെ ഇപ്പോ വക്കീലിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ലല്ലോ. കോടതിയിലോട്ട് വന്നാ പോരായിരുന്നോ? എന്റെ കക്ഷിയുടെ കൂടെ പോവാനാ എന്റെ തീരുമാനം. ദാറ്റ്സ് വെരി നൈസ്. അങ്ങനെ വേണം. അപ്പൊ എങ്ങനാ, കോടതി വരെ കൂടെ പോകുന്നുള്ളോ അതോ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി ഞാൻ മനോഹരൻ കൊച്ചേട്ടന്റെ സബ് ജയിലിൽ എത്തിക്കുമ്പോ അങ്ങോട്ടും വരുന്നുണ്ടോ വക്കീല്? അതെ, അത് ആദ്യം കോടതി പറയട്ടെ. കോടതി ജാമ്യം അനുവദിച്ചില്ലെങ്കിലല്ലേ ഉള്ളൂ ഈ റിമാൻഡ് റിപ്പോർട്ടൊക്കെ. ഞാൻ ഭയങ്കര പ്രെഡിക്റ്റബിളാ സിദ്ധാർത്ഥൻ. ഞാൻ പറയുന്നതൊക്കെ നടക്കാറുള്ളൂ. ഇതുവരെയുള്ള ചരിത്രം അങ്ങനെയാ. അത് തെറ്റുവോന്ന് നമുക്ക് നോക്കാം. എന്താ ദേവികെ ഒന്നും മിണ്ടാത്തെ? ഇന്നലെ 2 അടി തന്നതിന്റെ പിണക്കമാണോ? സാരമില്ല, ഇനി അതങ്ങോട്ട് ശീലം ആയിക്കോളും. മാഡം ഭരിക്കുന്ന പോലീസ് സ്റ്റേഷൻ. മാഡത്തിനാണെങ്കിൽ അധികാരത്തിന്റെ ഗർവും കൊഴുപ്പും. പക്ഷെ അടി അതാരുടെ കവിളത്ത് പൊട്ടിയാലും അതിന് നല്ല ചൂട് കാണും, പൊള്ളുകയും ചെയ്യും. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി മുമ്പോട്ട് കിടക്കല്ലേ കളി. എന്നാ പിന്നെ മനോഹരൻ കൊച്ചാട്ടന്റെ നഗരം കാണിക്കൽ ചടങ്ങ് അങ്ങോട്ട് നടത്താം അല്ലേ? ഹലോ സർ. ആ, ഓക്കെ സർ. എന്തുണ്ടടി പോലീസുകാരി വിശേഷം? പറ, പഴയ കോളേജ് വിശേഷങ്ങൾ. എന്തായാലും പോലീസും വക്കീലും നല്ലൊരു കോംബോയാ. നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു നീ ഇങ്ങോട്ട് വരുമെന്ന്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനീ മനോഹരൻ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. നിന്റെ ശത്രുവിന്റെ ഭാവി അമ്മായച്ചനു വേണ്ടി വാദിക്കുന്നതേ നിന്റെ ഭാവി ഭർത്താവാണല്ലോ. താൽക്കാലിക പ്രതിഭാസം. ഇപ്പൊ മാറിക്കോളൂ. ഞാന് ദേവിക മാഡത്തിനൊന്ന് കാണട്ടെ. ശരി. ദേവിക ചേച്ചിയെ, ചന്ദ്രയാ. മനസ്സിലായി. ചേച്ചി അമ്പലത്തിൽ പോയോ? നെറ്റിയില് ചന്ദനം, കുങ്കുമം. പോയി. എന്റെ അച്ഛന് ജാമ്യം കിട്ടാൻ. ഞാനും പോയി. നിന്റെ അച്ഛന് ജാമ്യം കിട്ടാതിരിക്കാൻ. കേട്ടോടി ദേവിക ചേച്ചി. സിദ്ധോട്ടം വന്നല്ലോ. ഞാനേ ദേവിക ചേച്ചിക്ക് ഒരാശംസ പറയായിരുന്നു. അപ്പൻ ഉടനെ അനുശോചനം പറയാതിരിക്കാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദേവിക വീട്ടിൽ പോ. അല്ല, ഞാൻ കോടതിയിലേക്ക് വരാനായിട്ട്. വരണ്ട. ജാമ്യത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നീക്കിയിട്ടുണ്ട്. അച്ഛനെയും കൊണ്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഞാൻ പറയുന്ന കേട്ടാ മതി. സിദ്ധുവിലേക്കുള്ള എന്റെ ദൂരം കുറഞ്ഞു.
നടേശനും മകൾക്കും മറുപടി ഞാൻ തരാം. സിദ്ധാർത്ഥ വക്കീല് കളത്തിലിറങ്ങിയ മാത്രമാണ് ഒരു ടെൻഷൻ. നിരഞ്ജൻ ഡോക്ടർ ഇത്തവണ കളത്തിന് പുറത്തു നിന്നാ കളിക്കുന്നത്. അതെന്താ? ആ തങ്കച്ചി എന്ന് പറയുന്ന പെണ്ണുമ്പുള്ള നിലത്ത് നിർത്തിയിട്ട് വേണ്ടേ? കേട്ടിടത്തോളം ഒന്ന് പരിചയപ്പെട്ട് വെക്കേണ്ട ആളാ തങ്കച്ചി, അല്ലേടാ? അതെ. വഴിയെ മതി, അല്ലെങ്കിൽ തങ്കച്ചി നമ്മുടെ വഴിയെ വന്നോളും. സിദ്ധാർത്ഥൻ എന്ന ശത്രുവിനെയാണ് ആദ്യം ഒതുക്കേണ്ടത്, അല്ലേടാ? അതെ. ആ ദേവികയുടെയും മനോഹരന്റെ ഒരേ ഒരു സംരക്ഷകൻ ഇപ്പൊ അവനാ. ഞാൻ പറഞ്ഞില്ലേ, നിരഞ്ജൻ ഡോക്ടർക്ക് ആവശ്യത്തിലേറെ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ആ പഴയ ലോറിയുടെ വളയം ഒന്നുകൂടി പിടിച്ചാലും ഓർക്കുക ഞാൻ. സുധിയുടെ ജീവനെടുത്ത കാലന്റെ ചക്രങ്ങൾ സിദ്ധുവിന് നേരം തിരിയട്ടെ. പാടില്ല. അതെന്താ മേ? എടുത്തു ചാട്ടം. കുറച്ച് വിവേകത്തോടെ ചിന്തിക്കേ. ഇപ്പൊ സിദ്ധാർത്ഥന് എന്ത് സംഭവിച്ചാലും നമുക്ക് നേരെ ആദ്യം ആയുധം എടുക്കുന്നത് ആ നടേശനായിരിക്കും. അയാളുടെ മകളുടെ സ്വപ്നം തകർത്തതിന്റെ പ്രതികാരം. എന്നാ പിന്നെ നിത്യയെ കിടത്തേക്കുന്ന പോലെ പാതി ജീവനിലങ്ങ് കിടത്തിയേക്കട്ടെ. അത് പാടില്ല. അങ്ങനെ വന്നാ ദേവികയ്ക്ക് നമ്മളോടുള്ള പക 10 മടങ്ങാവും. ആ പക അതിന്റെ 100 മടങ്ങ് സ്നേഹമായി സിദ്ധാർത്ഥന് കിട്ടും. തളർന്നു കിടന്ന നിത്യയെ ഇത്രയും കാലം പരിചരിച്ചവൾ നാളെ സിദ്ധാർത്ഥന്റെ ഭാര്യയായി അവനൊപ്പം ജീവിക്കും. പിന്നെ എന്താ ഒരു വഴി? നോക്കാം. ആദ്യം മനോഹരന്റെ വിധി വരട്ടെ. നടേശന എടുക്ക്. ഹലോ, എന്തായി സാറേ? പൂട്ടുമെന്ന് പറഞ്ഞാല് നടേശൻ സാറ് പൂട്ടിയിരിക്കും ശരത്ത് മോനെ. എന്ന് വെച്ചാ അത് തന്നെ. മനോഹരൻ അകത്ത്, 14 ദിവസത്തെ റിമാൻഡ്. പോരെ? മതി. മനോഹരൻ റിമാൻഡിൽ 14 ദിവസം. നന്നായി. എന്നാ പിന്നെ നീ പണി തുടങ്ങിക്കോ.